ഹായ് ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റായോ 4 മണി പലഹാരമായോ കഴിക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറച്ച് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 6 പീസുണ്ട്. ഇത് ലെഫ്റ്റ് ഓവർ ബ്രെഡാണ്. ഇതിനെ നമുക്കൊന്ന് ഫ്ലാറ്റ് ആക്കണം. അതിനുശേഷം ഒരു റൗണ്ട് കട്ടർ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പോ കൊണ്ട് ഇതിനെ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഈ റൗണ്ടാണ് നമ്മൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. ബാക്കിയുള്ളതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ തയ്യാറാക്കിയതാണിത്. 6 പീസുണ്ട്. ബാക്കി വന്നത് പൊടിച്ചെടുത്തതാണിത്. ഈ ബ്രെഡ് ക്രംസിൽ 1/4 ടീസ്പൂൺ മുളക് പൊടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ 3 വിസിൽ അടിച്ച് വേവിച്ചതാണ്. ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റാം. എന്നിട്ടത് നല്ലതുപോലെ പൊടിച്ചു വയ്ക്കാം. ഇപ്പോഴിത് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ സവാളയാണ്. സവാള ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. അതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകൊന്ന് വാടി കഴിയുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇതിൽ പൊടിച്ചു വച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൽ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊട്ടറ്റോ സൈഡിലോട്ട് നീക്കിയതിന് ശേഷം ഇതിൽ 1 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങില്ലാതെ 3 മുട്ട ചേർത്ത് മുഴുവനുമായിട്ട് മുട്ട മാത്രം വെച്ച് വേണമെങ്കിലും ഫില്ലിംഗ് ഇതേ രീതിയിൽ തയ്യാറാക്കാം. ഇതിലിനി 1 നുള്ളു കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയില ചേർക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബ്രെഡ് പീസ് എടുത്ത് വച്ചിട്ട് അതിൻ്റെ 4 ചുറ്റും ഒരല്പം വെള്ളം ഇതുപോലെ തേച്ച് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാനാണ് ചെയ്യുന്നത്. ഇനി ബ്രെഡിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിങ് വയ്ക്കാം. 2 ടീസ്പൂൺ ഫില്ലിങ്ങൊക്കെ മതിയാകും. ഫില്ലിങ് ഇതുപോലെ വച്ചിട്ട് വീണ്ടും ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിൽ 4 വശവും ഇതുപോലെ വെള്ളം കൊണ്ട് നനയ്ക്കുക. വെള്ളത്തിന് പകരമായിട്ട് മൈദയിൽ ഒരല്പം വെള്ളം ചേർത്ത് കുഴച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ സൈഡ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അല്പം പൊട്ടിപ്പോയെന്നിരിക്കും. എന്നാലും അത് ഒരു കുഴപ്പവുമില്ല. ഇതിനി വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ആ വെള്ളം മുഴുവനും പോയി കിട്ടും. ഇതിനി നേരത്തെ പൊടിച്ചു വച്ചിരുന്ന ബ്രെഡ് ക്രംസിലിട്ട് മറിച്ചും തിരിച്ചും നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് പപ്സുകളും ചെയ്തെടുക്കാം. ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടിയെന്നിരിക്കും ബ്രെഡ്. അതൊരു കുഴപ്പവുമില്ല. വീണ്ടും അത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് പുരട്ടിയെടുക്കുമ്പോഴേക്കും എല്ലാം ഫില്ലായിക്കൊള്ളും. പിന്നെ ഇത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലതായിട്ടിരിക്കും. ഇനി ഷാലോ ഫ്രൈ ചെയ്യാനായി ഒരു തവ വച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ കൂടുതൽ ആവശ്യമില്ല. ഇതിൽ ചെറുതായി അരിഞ്ഞ ഉണക്കമുളകും മല്ലിയിലയും ഇടാം. ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിലിനി നേരത്തെ തയ്യാറാക്കിയ ബ്രെഡ് പീസുകൾ വയ്ക്കാം.
ലോ മീഡിയം ഫ്ലെയിമിൽ വച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. തീ കൂടിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ബ്രെഡ് വളരെ സോഫ്റ്റ് ആണല്ലോ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും ഇപ്പോൾ മറിച്ചിട്ടു. ഇനി ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ആകട്ടെ. ഇപ്പോൾ ഈ ബ്രെഡ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സോസ് ഒന്നും കൂടാതെ തന്നെ ഇത് നമുക്ക് കഴിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇനി അടുത്ത പ്രാവശ്യം ബ്രെഡ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുത്തു വിടാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.